ഹലോ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഒരു 3 വർഷം മുമ്പുള്ള എൻ്റെ ഹെയർ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ഹെയർ ലെങ്ത് അല്ലെങ്കിൽ വോളിയത്തിൽ നിന്ന് ഇപ്പോൾ എനിക്കുള്ള ഹെയറിൻ്റെ ലോങ് ഞാൻ ഇവിടെയും കാണിക്കാം. അപ്പോൾ എനിക്ക് മുടി ഉണ്ടായിരുന്നു, പക്ഷേ ക്ലൈമറ്റ് ചേഞ്ച് അതല്ലെങ്കിൽ ഡാൻഡ്രഫ് അങ്ങനെയൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഫുഡ് റിലേറ്റഡ് ആയിട്ടൊക്കെ പ്രശ്നങ്ങൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞും മുടി കൊഴിയുന്നത്, ഏറ്റവും കൂടുതൽ മുടി കൊഴിയുന്നത് ഡാൻഡ്രഫ്. ഇത് രണ്ടുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടും മെയിൻലി എൻ്റെ ഹെയറിനെ അഫക്റ്റ് ചെയ്യുന്ന 2 കാര്യങ്ങൾ. ഒന്നെങ്കിൽ മുടി കൊഴിച്ചിലായിരിക്കും അല്ലെങ്കിൽ ഡാൻഡ്രഫ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ എപ്പോഴും അടിഭാഗം, അതായത് ഏറ്റവും ലോസ്റ്റ് ആയിട്ട് എൻ്റെ ഹെയറിൽ വോളിയം ഉണ്ടാവത്തില്ല, ഇങ്ങനെ കോഴിയുടെ തൂവൽ പോലെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതിന് എങ്ങനെയാണ് ഇപ്പോൾ ഉള്ള അല്ലെങ്കിൽ എൻ്റെ ഹെയറിൻ്റെ ടെക്സ്ചർ മനസ്സിലാക്കി, അതല്ലെങ്കിൽ എൻ്റെ ഹെയറിന് എന്താ പ്രോബ്ലം, ഇങ്ങനെ അടിയിൽ മാത്രമായിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു, അതൊക്കെ അതെങ്ങനെയാണ് എന്തുകൊണ്ട് വരുന്നു എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ യൂസ് ചെയ്ത പാക്സും ഇൻടേക്ക് ചെയ്യുന്ന കാര്യങ്ങളും വെച്ച് ഞാൻ മുടി ഇപ്പോൾ നല്ല രീതിയിൽ, അതല്ലെങ്കിൽ വളരുമ്പോൾ തന്നെ ഏറ്റവും അടിയിൽ അങ്ങനെ വരാതെ റൂട്ട് തുടങ്ങി എൻഡ് വരെ ഒരേ വോളിയത്തിൽ വളരാനായിട്ട് എന്നെ സഹായിച്ച ഒരു പാക്കും എൻ്റെ ഹെയറിൻ്റെ ഗ്രോത്തിന് സഹായിച്ച അല്ലെങ്കിൽ എൻ്റെ ഹെയർ റൊട്ടീൻ എന്താണെന്നാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എൻ്റെ ഒരു ഹെയർ ജേണി അല്ലെങ്കിൽ ഹെയർ ഗ്രോത്ത് ജേണി എന്ന് തന്നെ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചെയ്യുന്നത് നല്ലൊരു ഓയിൽ എന്നല്ല, ഞാൻ ചെയ്യുന്ന ഓയിലിങ് എങ്ങനെയാണെന്നുള്ളതായിരുന്നു. ഒരു ഓയിൽ വെച്ച് മാത്രമായിട്ടല്ല ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഞാൻ ഏതൊക്കെ ഓയിലാണ് ചെയ്യുന്നത്. ഏതൊക്കെ ഓയിലെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് പുറത്തുനിന്ന് വാങ്ങിച്ച ഓയിൽസൊക്കെ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. കാച്ചി വെളിച്ചെണ്ണ എന്നും പറഞ്ഞ് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ എനിക്ക് എത്ര യൂസ് ചെയ്താലും ആദ്യത്തെ ഒരാഴ്ച യൂസ് ചെയ്ത് രണ്ടാമത്തെ ആഴ്ചത്തോടെയും കാണുന്ന ആ ഒരു ചേഞ്ചസ് പിന്നെ എനിക്ക് കണ്ടു വന്നിട്ടില്ല. മേ ബി അതെൻ്റെ ഓരോരുത്തരും ഡിഫറെൻറ്റ് ആണല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഞാൻ പിന്നീട് യൂസ് ചെയ്ത ഹെയർ ഓയിലിങ് അത് ഞാൻ വീക്ക്ലി അല്ലെങ്കിൽ ഒരു മാസം എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 5 അല്ലെങ്കിൽ 6 പ്രാവശ്യമെങ്കിലും ഞാൻ ഓയിലിങ് നന്നായിട്ട് ചെയ്യും. അല്ലെങ്കിൽ വീക്കിലി ഒരു 2 എന്ന് തന്നെ പറയാം, നന്നായിട്ട് ഓയിലിങ് ചെയ്യും. പിന്നെ ഞാൻ ഓഫ്കോഴ്സ് എപ്പോൾ ഞാൻ ഓയിൽ ഇട്ടാലും ഞാൻ പാക്ക് ഇടും. ഒരു വീക്കിലി 3 ടൈംസ് എങ്കിലും ഞാൻ തലയിൽ പാക്ക് ഇട്ടിട്ടാണ് കുളിക്കാറുള്ളത്. ഷാമ്പു ഞാൻ യൂസ് ചെയ്യാറേ ഇല്ല സത്യമായിട്ടും. ഞാൻ ഇതുവരെ, അതായത് പണ്ടൊക്കെ ഞാൻ ഷാമ്പു യൂസ് ചെയ്യുമായിരുന്നു. പിന്നെ കണ്ടീഷനിങ് ഉറപ്പായിട്ടും ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ കണ്ടീഷന് ഞാൻ യൂസ് ചെയ്യായിരുന്നു. പക്ഷേ ഇത് രണ്ടും ഞാൻ ഇപ്പോൾ ഒട്ടും യൂസ് ചെയ്യാറില്ല. ഞാൻ ചെയ്യുന്ന പാക്കിൽ തന്നെ നല്ല രീതിയിൽ ഷാമ്പുവും കിട്ടുന്ന അല്ലെങ്കിൽ മുടിക്ക് കണ്ടീഷനിങ് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ പാക്ക് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഞാൻ ഈവനിങ് ടൈമിലാണ് തലയിൽ പാക്ക് ഇടുന്നതും കുളിക്കുന്നതും. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒന്നെങ്കിൽ വെറും വയറ്റിൽ ഞാൻ തൈരും വേപ്പിലയും കൂടി മിക്സ് ചെയ്തിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചിട്ട് ആ ജ്യൂസ് ഞാൻ എല്ലാ ദിവസവും കുടിക്കാറുണ്ട്. സോ അതൊരു നല്ലൊരു കാര്യമാണ്. അതെനിക്ക് ചെയ്തിട്ട് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. എപ്പോഴും നമ്മൾ പുറത്ത് മാത്രമല്ലല്ലോ, ഉള്ളിലേക്കുള്ളത് ഹെയറിനുള്ളത് കൊടുത്താലേ ഒരു റിസൾട്ട് അതിൽ നിന്നും കൂടി കിട്ടത്തുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, നട്ട്സ് അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ് അതൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഓരോരുത്തരുടെയും ബോഡി വെച്ചിട്ട് മനസ്സിലാക്കിയിട്ടാണ് അത് ഇൻടേക്ക് ചെയ്യാനായിട്ട്. ഞാൻ പറയാം, ഇപ്പോൾ ഫ്ലാക്സ് സീഡ് എനിക്ക് പറ്റത്തില്ല. കാരണം അത് നല്ല ഫാറ്റായിട്ടുള്ള ആൾക്കാർക്കൊക്കെ നന്നായിട്ട് സ്ലിം ആവാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കാര്യമാണ് ഫ്ലാക്സ് സീഡ്. അപ്പം ഞാൻ ഓൾറെഡി സ്ലിം ആയിട്ട് ഉള്ള ആളായതുകൊണ്ട് തന്നെ ഫ്ലാക്സ് സീഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി മെലിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഹെയറിന് നല്ലതാണെന്നും പറഞ്ഞ് ഞാനിപ്പോൾ ഫ്ലാക്സ് സീഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒപ്പം ക്ഷീണിക്കാൻ ചാൻസ് ഉണ്ട്. അതേസമയം അതുകൊണ്ടാണ് ഞാൻ തൈര് എടുത്തത്. തൈര് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ തടിയും വെക്കത്തില്ല, ഗട്ടിന് നമുക്ക് വളരെ നല്ലതാണ്. അപ്പോൾ തൈര് കഴിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കുടൽ അല്ലെങ്കിൽ എന്താ പറയുക സ്റ്റൊമക്കൊക്കെ ക്ലീൻ ആവാനായിട്ടും അതുകൊണ്ട് നമ്മുടെ തലയിലുള്ള ഡാൻഡ്രഫ് കുറയാനായിട്ടും വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ഡാൻഡ്രഫ് അതുകൊണ്ട് തന്നെ എനിക്ക് കുറയാറുണ്ട്. രണ്ടാമത്തെ കാര്യം ഇൻടേക്ക് ചെയ്തതിൽ പ്രധാനത് ചീര, പിന്നെ അതേപോലെ തന്നെ മുരിങ്ങയുടെ ഇല, മുട്ട. എല്ലാ ദിവസവും ഒരു മുട്ട വെച്ച് കഴിച്ചാൽ അത്രയും നല്ലതാണ് നമ്മുടെ ബോഡിക്കായാലും സ്കിന്നിനായാലും ഹെയറിനായാലും. സോ ഞാൻ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇൻടേക്ക് ചെയ്യുന്ന 3 കാര്യം, ഒന്ന് രാവിലെ തന്നെ ഒരു ഡ്രിങ്ക് ഉണ്ടാവും, അതായത് തൈരും കറിവേപ്പിലയും മിക്സ് ചെയ്തിട്ട് മിക്സിയിൽ അടിച്ച് അത് കുടിക്കും വെറും വയറ്റിൽ. അല്ലെങ്കിൽ ആദ്യം തന്നെ നമ്മൾ രാവിലെ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചൂടുവെള്ളം കുടിക്കുക. അതിനുശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ ഒരു ഡ്രിങ്ക് കുടിക്കും. തൈരും കറിവേപ്പിലയും കൂടി മിക്സ് ചെയ്ത ഒരു ഡ്രിങ്ക്. അടുത്തത് ഇൻടേക്ക് ചെയ്യുന്ന ഒരു കാര്യം, നല്ല ഇലക്കറികൾ, മുരിങ്ങയില, ചീര, അതൊക്കെ നന്നായിട്ട് ഇൻടേക്ക് ചെയ്യും. മൂന്നാമത്തെ കാര്യം വാട്ടർ, നല്ല വെള്ളം.
അതായത് തിളപ്പിച്ചാറ്റിയ വെള്ളം എങ്ങനെയാണെങ്കിലും ഒരു മണിക്കൂർ ഇടവിട്ടോ അല്ലെങ്കിൽ 2 മണിക്കൂർ ഇടവിട്ടോ കുടിച്ചുകൊണ്ടേയിരിക്കും. സോ ഈ ഒരു 3 ഫുഡും ഇൻടേക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ മുടക്ക് വരുത്തിയിട്ടില്ല. അത് ചെയ്യുന്നതുകൊണ്ട് തന്നെ മുടി നന്നായിട്ട് വളർന്നിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നെല്ലിക്കൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ നല്ലതാണ്. ബ്ലഡൊക്കെ നന്നായിട്ട് പ്യൂരിഫൈ ചെയ്യാനായിട്ട് മുടി വളരാനായിട്ടൊക്കെ അടിപൊളിയാണ് ഈ പറയുന്നത്. പിന്നെ ഫിഷ് നന്നായിട്ട് കഴിക്കും. എൻ്റെ ഷോർട്ട്സായി കാണുന്നവർക്കറിയാം ഞാൻ കൂടുതലും ഉച്ചയ്ക്കത്തെ ലഞ്ചിൻ്റെ എൻ്റെ വിശേഷങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ കൂടുതലും കാണിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ വീഡിയോയിലുള്ളത് മിക്കതും മീൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ ചെറിയ ചെറിയ മത്തിയാണെങ്കിലും ചെറിയ മീനൊക്കെ ആണെങ്കിലും എപ്പോഴും എൻ്റെ വീട്ടിൽ മീൻ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ മീൻ കഴിക്കുന്നത് ഹെയറിനാണെങ്കിലും നമ്മുടെ ബോൺസിനാണെങ്കിലും സ്കിന്നിനാണെങ്കിലും അഫ്കോഴ്സ് നല്ലതാണ്. നിങ്ങൾക്കും പറ്റുമെങ്കിൽ മീൻ അടങ്ങിയതൊക്കെ നന്നായിട്ട് കഴിക്കാൻ നോക്കുക. സോ ഇതാണ് ഇൻടേക്ക് ചെയ്യുന്നത്. പിന്നെ വീക്കിലി 2 പ്രാവശ്യം പാക്ക് ഇട്ടിട്ട് ഒരു പ്രാവശ്യം സാധാരണ വെറുതെ എണ്ണ തേച്ച് കഞ്ഞിവെള്ളത്തിൽ നന്നായിട്ട് ഹെയർ നന്നായിട്ട് വാഷ് ചെയ്ത് കളയും. നന്നായിട്ട് വാഷ് ചെയ്ത് കളയുമ്പോൾ നമ്മുടെ തലയിൽ അഫ്കോഴ്സ് മറ്റേ എണ്ണയുടെ ആ ഒരു ഇതുണ്ടാകും. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നില്ല. അതുകൊണ്ട് അത് കളയാനായിട്ട് ചോറും മുട്ടയും മാത്രം നന്നായിട്ട് അടിച്ച് അത് തേച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ആ ഒരു എണ്ണമയം പോകാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ ദിവസം 3-ാമത്തെ ദിവസവും നമ്മൾ സെയിം പാക്ക് യൂസ് ചെയ്ത് 2-ാമത്തെ ദിവസം മാത്രം ആ പാക്ക് യൂസ് ചെയ്യാതെ ജസ്റ്റ് ഓയിലിംഗ് ചെയ്ത് ആ ഓയിൽ കളയാൻ വേണ്ടി മാത്രമായിട്ട് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റിയ ജസ്റ്റ് ഒരു ഹോം മെയ്ഡ് ആയിട്ടുള്ള ഷാമ്പു പോലെ നമുക്ക് ഈ ചോറും മുട്ടയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള പാക്ക് യൂസ് ചെയ്ത് കളയാം. സോ ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഞാൻ കൂടുതലും ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് കൂടുതൽ നൈറ്റ് ടൈമിലാണ് ചെയ്തിട്ടുള്ളത്, നൈറ്റ് ടൈമിലാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഇത് ചെയ്തിട്ട് എനിക്ക് ഇതുവരെയായിട്ടും മുടി വളരാതിരുന്നിട്ടില്ല. മുടി നന്നായിട്ട് വളർന്നിട്ടുണ്ട്. നല്ല റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഡാൻഡ്രഫ് ഈ പാക്ക് ഞാൻ യൂസ് ചെയ്യുന്ന പാക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ പാക്കിൽ ഞാൻ ഡാൻഡ്രഫിന് വേണ്ട കാര്യങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡാൻഡ്രഫ് എനിക്ക് നന്നായിട്ട് കുറഞ്ഞു കിട്ടിയിട്ടുണ്ട്. പിന്നെ 2-ാമത്തെ കാര്യം, നമ്മൾ സോഷ്യൽ മീഡിയാസിലൊക്കെ കേട്ടിട്ടുണ്ടാകും വിറ്റാമിൻ ഇ ടാബ്ലറ്റ് ഇൻടേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഡോക്ടറിനെ കണ്ടുവച്ച് മാത്രം നമുക്കത് ഇൻടേക്ക് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് വിറ്റാമിൻ ടാബ്ലറ്റ് എടുക്കുന്നത്. പക്ഷേ നമ്മുടെ ബോഡിക്ക് വിറ്റാമിൻ ടാബ്ലറ്റ് ഓക്കെ ആണോ എന്നറിഞ്ഞതിന് ശേഷം മാത്രം ഡോക്ടറിനെ കണ്ടിട്ട് ഡോക്ടറിൻ്റെ പ്രിസ്ക്രൈബ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ വിറ്റാമിൻ ടാബ്ലറ്റ് എടുത്താൽ വളരെ നല്ലൊരു റിസൾട്ട് നമ്മുടെ ഹെയറിന് കിട്ടും. പിന്നെ 2-ാമത്തെ കാര്യം ഒമേഗ 3 ടാബ്ലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മീൻ ഗുളിക എന്ന് പറയും. അത് നമ്മുടെ സ്കിന്നിനും ഹെയറിനും ബോഡിക്കൊക്കെ വളരെ നല്ലതാണ്. ഞാൻ ഇൻടേക്ക് ചെയ്യാറുണ്ട്. അത് പക്ഷേ ഡോക്ടർ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അത് ചെയ്യുമ്പോൾ എൻ്റെ സ്കിന്നിലെ പിമ്പിൾസ് കുറയുന്നതായിട്ടും നമ്മുടെ കൈകാലുകളിൽ ഇപ്പോൾ ഇവിടെയൊക്കെ കാണാം, ഇവിടെ നമ്മുടെ മുട്ടുകാലിലൊക്കെ ഉള്ള പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് കുറയുന്നതായിട്ട്. പക്ഷേ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം അത് ഇൻടേക്ക് ചെയ്യുക. ഒമേഗ 3 അതായത് മീൻ ഗുളിക, പിന്നെ വിറ്റാമിൻ ടാബ്ലറ്റും. ഇത് രണ്ടും നല്ലതാണ് സ്കിന്നിനും ഹെയറിനും ബോഡിക്കും. അതിൽ നല്ല റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഞാൻ എൻ്റെ ഹെയർ ജേണിക്ക് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ യൂസ് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയർ, ഓയിലിംഗ് എങ്ങനെയാണ്, ഏത് ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്നുള്ളതും പിന്നെ പാക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓയിലിംഗ് ചെയ്തിട്ട് ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറെങ്കിലും ഞാൻ വെക്കാറുണ്ട്. പക്ഷേ നമ്മുടെ ബോഡിക്ക് അത് എത്രത്തോളം ഓയിൽ വെച്ച് നമ്മൾ ഇരുന്നാൽ നമുക്ക് നല്ലതാണ് എന്നറിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ നിൽക്കുക. ചിലർക്ക് 30 മിനിറ്റ് തലയിൽ എണ്ണ തേച്ചിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. ജലദോഷം തലവേദനയൊക്കെ വരുന്നവർ നിങ്ങളുടെ ആ ഒരു ബോഡി സ്റ്റേറ്റ് എങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞിട്ട് മാത്രം ഓയിൽ തേച്ച് വെക്കുക, ചെയ്യുക. പിന്നെ പാക്കിൽ നിങ്ങൾക്ക് അലർജി ആയിട്ടുള്ള എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ നിങ്ങളത് മാറ്റി നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ കോംപ്ലിമെൻറ്റ്, അതായത് നിങ്ങൾക്ക് ഓപ്ഷണലായിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ മാത്രം ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്ത് പാക്ക് തയ്യാറാക്കി നിങ്ങൾ തലയിൽ അപ്ലൈ ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഏത് ഓയിലാണ് ഞാൻ യൂസ് ചെയ്യണമെന്നുള്ളതും പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓയിലിങ്ങിന് വേണ്ടി ആദ്യം തന്നെ നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള അളവിലാണ് എണ്ണ എടുക്കുന്നത്. ഞാൻ 3 ടേബിൾ സ്പൂൺ സാധാരണ തേങ്ങ വെളിച്ചെണ്ണയാണ്. അതേ സ്പൂണിൽ പകുതി കാസ്റ്റർ ഓയിൽ, അതായത് ആവണക്കെണ്ണ, ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത്. പിന്നെ ഒലിവ് ഓയിൽ, അത് സെയിം സ്പൂണിൽ തന്നെ 1/4 ഭാഗം. പിന്നെ 1-2 നമുക്ക് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ ടാബ്ലറ്റും എടുക്കണം. എന്നിട്ട് ഡബിൾ ബോയിൽ ചെയ്യണ പോലെ ചൂടാക്കാം. അതല്ലെങ്കിൽ നമ്മുടെ ഉള്ളം കയ്യിൽ എണ്ണ എടുത്ത് നന്നായിട്ട് തിരുമ്മി ചൂടാക്കി തലയോട്ടിലും ഹെയർ ടിപ്പിലൊക്കെ പിടിപ്പിക്കണം. മുടി ആദ്യം തന്നെ നല്ല വിടവുള്ള ചീപ്പ് വെച്ച് നന്നായിട്ട് വാരി അതിന് ശേഷം നമ്മുടെ ഫിംഗർ ടിപ്പിലോ നഖമല്ല ടിപ്പ് ഉപയോഗിച്ച് മസാജ് ചെയ്തതിന് ശേഷം ഓയിൽ ഉപയോഗിക്കാം. മസാജ് ചെയ്യുമ്പോൾ തന്നെ ബ്ലഡ് സർക്കുലേഷനും ഓക്സിജൻ ഫ്ലോയും ഒക്കെ നന്നായിട്ടുണ്ടാകും. പിന്നെ ഡാൻഡ്രഫ് കുറച്ചൊക്കെ മസാജ് ചെയ്യുമ്പോൾ തന്നെ പോകുകയും ചെയ്യും. ഓയിൽ അപ്ലൈ ചെയ്ത് ഒരു 1-2 മണിക്കൂർ വെച്ചാൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. ഇനി
ഇനി എങ്ങനെയാണ് ഹെയർ പാക്ക് ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ ഫ്രഷ് ആയിട്ടുള്ള കുക്ക്ഡ് റൈസ് ഹെയർ സോഫ്റ്റ് ആകാനായിട്ട് എടുക്കണം. പിന്നെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് പേരയുടെ ഇല, നല്ല ഇല നോക്കി എടുക്കുക. പിന്നെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഉപയോഗിക്കുക. പിന്നെ കുതിർത്ത് വെച്ചതോ അല്ലെങ്കിൽ തിളപ്പിച്ചെടുത്തോ ഉലുവ. ശേഷം നല്ല ഷൈനി ആവാനായിട്ട് ഒരു മുട്ട നമുക്ക് ചേർക്കാം. നമ്മുടെ ഹെയർ റൂട്ടിലൊക്കെ എക്സ്പ്ലോയിറ്റ് ആവാനായിട്ട് കാപ്പിപ്പൊടി, പിന്നെ താരന് 1 സ്പൂൺ തൈരും, പിന്നെ നല്ല പ്രോട്ടീന് വേണ്ടി തേങ്ങയും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് അരച്ചെടുത്തതിന് ശേഷം തലയിലും മുടിയുടെ എൻഡ് വരെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് 30 അല്ലെങ്കിൽ 1 മണിക്കൂർ വരെ വെച്ച് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം കുളിക്കുന്ന സമയത്ത് മുടി നന്നായിട്ട് മസാജ് ചെയ്ത് കഴുകിക്കളയാം. ഞാനിങ്ങനെയാണ് ഓയിലിംഗ് ചെയ്യണമെന്നുള്ളതും ഞാൻ യൂസ് ചെയ്യുന്ന ഓയിൽ എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടല്ലോ. അതേപോലെ തന്നെ പാക്കും നല്ല റിസൾട്ട് കിട്ടിയത്. ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കണം. നല്ല ഹെയർ പാക്കാണ്, എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു പാക്കാണ്. റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ പറയണോട്ട് ചെയ്ത് നോക്കിയിട്ട്. ഇനി അതല്ല ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഓർഡിനറി ഗേൾ 5 എന്നിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ DM ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഡൗട്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ തരാം കേട്ടോ. അപ്പോൾ ഹെയർ എങ്ങനെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് അങ്ങനത്തെ ഒരു റിലേറ്റഡ് ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ ഉറപ്പായിട്ടും അടുത്തൊരു പാർട്ട് 2 ആയിട്ട് ഞാൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറേ കൂടി ക്ലാരിറ്റി കിട്ടും. നമ്മൾ പാക്ക് ഇട്ട് അല്ലെങ്കിൽ ഓയിൽ ഇട്ടുകൊണ്ട് മാത്രം നമുക്ക് കിട്ടിയെന്ന് വരില്ല. ഓഫീസിൽ പോകുന്നവർക്ക് എപ്പോഴും 3 ദിവസമൊക്കെ പാക്ക് ഇടാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ വീക്ക്ലി വൺസ് അല്ലെങ്കിൽ മന്ത്ലി 2 ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള, അതല്ലെങ്കിൽ ഹെയർ വോളിയത്തിന് അല്ലെങ്കിൽ ഡാൻഡ്രഫിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് ചെയ്തത്. എൻ്റെ ഹെയറിന് വേണ്ടി, ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട്, ഡാൻഡ്രഫിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഉറപ്പായിട്ടും അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിൽ DM ചെയ്യുക അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ഉറപ്പായിട്ടും ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടാണ് വിചാരിക്കുന്നത്. എൻ്റെ പാക്കും എൻ്റെ ഓയിലിംഗ് റുട്ടീന് എൻ്റെ ഹെയർ ജേണി എങ്ങനെയുണ്ടെന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു എൻ്റെ വീഡിയോ കണ്ടതിന്, ലൈക്ക് ചെയ്തതിന്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.